അമ്മ അമ്മ ഞാൻ ഇപ്പൊ വരാം. എവിടെ പോണ്? നമ്മുടെ സേവാനന്ദനം വരെ ഒന്ന് പോകും. ഇത് ഇത്ര രാവിലെ പോണത്? അതമ്മ 2-3 പേപ്പർ സേവാനന്ദത്തിന്റെ പേപ്പർ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. എന്നിട്ട് ട്യൂഷൻ സെൻ്ററിലും കയറിയിട്ട് ഞാനിങ്ങ് വരും. എപ്പോൾ വരും? ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരും. അരമണിക്കൂർ കഴിഞ്ഞ് വരുമോ അല്ല അരമണിക്കൂറിന് മുന്നേ വരുമോ? അമ്മ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയമ്മ? ഞാനൊരു കാര്യത്തിന് പോവല്ലേ. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അച്ഛ വീക്ക് അങ്ങനെയായിട്ടുണ്ടെങ്കിലല്ല ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് വർത്തമാനം പറഞ്ഞിട്ട് പോകേണ്ടത്. അല്ല ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ പറയാൻ പറ്റത്തില്ല. മേലെ ഇങ്ങനത്തെ വർത്താനം പറയണത് കേട്ടോ കേശു. ശരി പറയൂല. അപ്പോൾ ഞാൻ പോട്ടാ. ആണെന്നില്ലേ? കയ്യിൽ എത്ര ഉണ്ട് നിന്റെ? 19 രൂപ ആണ്. ഒരു പാല് മേടിച്ചിട്ട് വരും. പാലുണ്ടെന്ന് വിചാരിച്ചു നോക്കിയപ്പോ പാല് കാണുന്നില്ല. എപ്പോൾ തന്നെ വേണം പാല്? മറ്റന്നാളത്തേക്ക് ഡയലോഗ് അടിക്കാതെ പോയി മേടിച്ചോണ്ട് വാടാ. അതല്ല ഞാൻ പോയിട്ട് വരുന്നില്ല. അത്യാവശ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ പാല് വരുമ്പോൾ ലേറ്റ് ആകുമ്പോൾ അമ്മ എന്നെ എന്ത് പറയും. ഒരു കാര്യം ഞാൻ മുടിഞ്ഞെടുത്ത് പോകാൻ പറ. കണ്ടാ അവൻ പോയി. വരെ ചെക്കന് ഒരു അനുസരണല്ലോ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാനെന്തോ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറയാം ചേച്ചി പോയി മേടിച്ചോണ്ട് വരാൻ. അവൻ ഭയങ്കര തിരക്കല്ലേ അതുകൊണ്ടാണ്. ഭയങ്കര തിരക്കാ. ഇതിപ്പോ തന്നെ ആരാ കാണാൻ പോണെന്ന് ദൈവം തമ്പുരാനെ മാത്രം അറിയുള്ളൂ. രാവിലെ എന്നെ വായിലേ പാല് മേടിക്കാൻ പോവാൻ പറ്റിയ ആളെത്തിയല്ല. പോയിട്ടൊരു കവർ പാല് മേടിച്ചോണ്ട് വരാൻ. പാലാ? 2 പാല് മേടിച്ചോണ്ടാടാ. പാലില്ല അമ്മ. ഞാൻ ഉറങ്ങി എണീച്ചുള്ളൂ. പോരത്തെ പല്ലും തെച്ചില്ല. ഞാനൊന്നും പാല് മേടിക്കണു. എന്താ പല്ലിയൊക്കെ ആൾ കടയിൽ പോയി പാല് വെച്ച പാല് തരൂലേ? നിനക്കറിയാലേ പല്ലിയേക്കാതെ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങാറില്ലെന്ന്. എന്തോ എന്താ പറഞ്ഞേ? പല്ലിയേക്കാതെ കുളിക്കാതെ ഓഫീസിൽ പോകുന്ന ടീമാണ് ഇത്. അതെ. നീ പൊടി കുളിക്കാ കൂറെ മര്യാദയ്ക്ക് പോയി പാല് മേടിച്ചോണ്ട് പോവാ. ഇത് മിണ്ടാണ്ടിരുത്തോട്ടെ. അച്ഛൻ കിടക്കാണ്, എണീറ്റിട്ടില്ല, വയ്യാന്നോണ്. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചനെ. ജെല്ലിയുടെ പോയി മേടിച്ചോണ്ട് വരാൻ. ഒരു കാര്യം ചെയ്തേ ലച്ചു. എന്താ? പോയി അച്ഛനെ എണീറ്റാൻ നോക്കിയേ. ചേട്ടൻ ഒരു കാര്യം ചെയ്തേട്ടാ, പോയി അച്ഛൻ എണീറ്റാ നോക്ക്. നീ ഇപ്പൊ അച്ഛൻ ജംഗ്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു പാലും മേടിച്ചോണ്ട് വരാൻ പറ. നീ വിളിക്കണേ അച്ഛനെ. എനിക്ക് ഞാൻ പോയി വിളിച്ചോളാം. നല്ലതില്ല. ഭയങ്കര മടിയാണല്ലോ ചേട്ടന്. എന്തോന്നേട്ടാ ഇത്? ഇപ്പൊ പാല് മേടിച്ചോണ്ട് വരാൻ പാടില്ലേ? നിന്റെ അടുത്ത് പറഞ്ഞത് നീ കേൾക്കണല്ലോ. അപ്പൊ ഞാൻ എന്തിനാ കേൾക്കണം? ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ കേൾക്കട്ടൂടെ? അമ്മ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുക. നീ പറയണേ കേക്കടി വസ്തു. പിന്നെ ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അതെന്താ കണ്ടില്ലേ? ഭയങ്കര ജോലിയല്ലേ അവള് തൊട്ടും പിടിച്ചിരിക്കണ അവള് ജോലി. ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വന്നത് അലമ്പുണ്ടാക്കാനാ? ആദ്യം പോയി പല്ലി കേക്ക് ചെല്ലു. അത് എനിക്കറിയാം കേട്ടാ. നീ നിന്റെ ജോലി നോക്ക്. അത് ചേട്ടൻ പറയണ്ട, എനിക്കറിയാൻ ചെയ്യാൻ. ലച്ചുവിന് കിട്ടിട്ട് കൊറേ ആയിട്ടാ. അസുഖം മാറ്റി തരാ കേട്ടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പിന്നെ ഞാൻ വഴിച്ചേട്ടനാണല്ലോ പോകുന്നവർക്കും വരുന്നവർക്കും വന്ന് കൊട്ടിട്ട് പോവാൻ. അച്ഛനെ വയ്യ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അല്ല വേണമെങ്കിൽ ഞാൻ പോവാ. വേണമെങ്കിൽ നീ പോവാന്നാ? പോടാ അവിടുന്ന്. ഞാൻ പോയി മേടിച്ചിട്ട് വരാം ലച്ചു. പൈസ എടുക്കട്ടെ. ഞാനില്ലല്ലേ അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അയ്യോ എന്താ പോയി? അമ്മ പാല് മേടിക്കാൻ കടയിൽ പോയി. അയ്യോ പാല് വാങ്ങിക്കാൻ പോയാ? കേശിന്റെ അടുത്ത് പറയുമ്പോ കേശു കേട്ടില്ല, ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടനും കേട്ടില്ല. പിന്നെ അമ്മ തന്നെ പോയി. ഓ അതാണ് അവൾ എന്നെ വിളിച്ചല്ലേ? ക്യാഷ് എവിടെ പോയത്? ജനസേവാ കേന്ദ്രത്തിൽ പോണെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. പോണെന്നും പറഞ്ഞോണ്ട് പോയി. അപ്പൊ അവിടെ അല്ലേ പോയത്? എനിക്കറിയാൻ പാടില്ല. അതിന് ജനസേവാ കേന്ദ്രത്തിൽ 9 മണിക്കല്ലേ? ഇപ്പഴെവിടെ പോയത്? അമ്മ പറഞ്ഞത് ഉച്ചേച്ചി എടുത്ത് തന്ന പേപ്പർ കൊടുക്കാനുണ്ടെന്ന്. മുടിയുടെ പോയി? ഇവിടെ ഉണ്ടല്ലോ. ഡേയ് ചേട്ടാ, ചേട്ടാ അച്ഛൻ വിളിക്കണേ. നീ എന്താ പാല് വാങ്ങിക്കാൻ പോയത്? അമ്മ പറഞ്ഞിട്ടേക്കണ? ഞാൻ പോവാന്ന് പറഞ്ഞ അമ്മ അത് കേക്കാണ്ട് പോയി. ആര് പോവാന്ന് പറഞ്ഞു? ഞാൻ. അമ്മ പറഞ്ഞത് ചേട്ടൻ കേൾക്കാത്തോണ്ടല്ലേ ചേട്ടാ അമ്മ പാല് പിടിക്കാൻ പോയത്. നീ മിണ്ടാണ്ടിരിക്കണ്ട. കുറെ നേരമായിട്ട് തുടങ്ങിട്ട്. ഞാൻ കിടപ്പിലായി, കാര്യങ്ങളൊക്കെ അവതളത്തിലായി. കിടപ്പിലായിന്നാ? എന്ന്? ഇന്ന്. അമ്മ പാല് പിടിക്കാൻ പറഞ്ഞപ്പോ മടി പിടിച്ച അച്ഛൻ കയറി കിടന്നല്ലോ. അതുപോലെ തന്നെ അതുകൊണ്ട് അവള് പാല് വാങ്ങിക്കാൻ പോകുന്നത് ഞാൻ വിചാരിച്ചില്ലടേ. വല്ലപ്പോഴേക്കും അവളെ സ്വന്തം ഇഷ്ടത്തിന് പല ഞങ്ങൾ വാങ്ങിക്കാൻ പോലെ ഞാൻ പറഞ്ഞിട്ട് അവള് പോയിട്ടില്ല. ഞാൻ അമ്മയ്ക്ക് പാല് മേടിക്കാൻ പോയാ? അമ്മയ്ക്ക് പാല് മേടിക്കാൻ പോയ എന്താ പ്രശ്നം? പോയ പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ നെയ്യാറ്റിക്കര വെച്ച് ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങാൻ നേരത്തെ അവള് മാർക്കറ്റിൽ പോയിട്ട് പറഞ്ഞു. ഞാൻ ഒരു വരട്ടി നിന്നാ നീപ്പിൽ അവള് വേർത്ത്. അതിനുശേഷം അവള് ഇതുവരെ മാർക്കറ്റിൽ പോയിട്ടില്ല. അച്ഛനെന്തിനാ അമ്മേനെ വരട്ടിയത്? ഓ, അഭിമാനികളായ പുരുഷന്മാരുടെ വീട്ടിലെ സ്ത്രീകൾ പാല് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചിലായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ
ഈ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകള് ചന്തയിൽ പോണതും കച്ചവടം ചെയ്യുന്നൊന്നും അച്ഛൻ കാണുന്നില്ല അച്ഛാ. കാണുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അറിയാതെ പറഞ്ഞേടെ ഇപ്പൊ എല്ലാരും ഫോണുണ്ടല്ലോ. ആ അമ്മ എത്തിയല്ലോ. ഡേ ഞാടി നീ അതിനിടയ്ക്ക് പാല് വയ്ക്കാൻ പോയാ? ഇവിടെ ആർക്ക് അത്യാവശ്യം ചായ കുടിക്കേ? എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. അത്യാവശ്യമുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ആ പാലില്ലെങ്കിൽ കണ്ടാ ചായ കുടിക്കണം. അമ്മ പോകുന്ന ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അമ്മ. അത് സാരമില്ല. മക്കളും ഭർത്താവും അടുത്തില്ലെങ്കിൽ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനിപ്പോ മക്കളും ഭർത്താവൊക്കെ അടുത്തുണ്ടല്ലേ. അടുത്തുണ്ടായിട്ടും കാര്യമല്ലല്ലോ, ചെയ്യണമല്ലോ. എല്ലാവർക്കും മടിയാ, പിത്തം പിടിച്ചിരിക്കുകയല്ലോ. നീരുവായി ഈ വെന്തടം തിന്നിട്ടേ വേവാത്തട കുറ്റം പറയില്ലേ. ഞാൻ എത്ര കാലമായിട്ട് മഴയൊന്നും മഞ്ഞൊന്നും ഇല്ലാതെ ഞാൻ പാല് വാങ്ങിക്കാൻ പോയിക്കണേ. മഞ്ഞെന്നോ മഴയൊന്നും ഇല്ലാണ്ട് രാവിലെ കടവരാൻ തേൻ നിരങ്ങാൻ പോയെന്ന് പറ. അമ്മാ ആ ദേ ഞാൻ വന്നിട്ടുണ്ട്. 1/2 മണിക്കൂർ പോലും ആയിട്ടില്ല കേട്ടല്ല. കണ്ടാ എടാ, നിനക്ക് പറഞ്ഞ വഴി ആ പാലും കൂടെ മേടിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നാ? എന്താ പാല് വാങ്ങിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇപ്പം മേടിച്ചോണ്ട് വരാം. ഇനി പാലൊന്നും വാങ്ങണ്ട, ഞാൻ വാങ്ങിച്ചു. അമ്മ വാങ്ങിച്ചാ? ആ അതെന്താ അമ്മ പോയത്? ആ ആരും പോകാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പോയി. അത്ര തന്നെ. ഇവിടെ അമ്മ പാല് വാങ്ങിക്കാൻ പോടാ. അമ്മ പാല് വാങ്ങിക്കാൻ പോയി. അമ്മ മേടിക്കാൻ പോയടാ. അമ്മ പാല് വാങ്ങിക്കാൻ ആ അമ്മ വാങ്ങിക്കാൻ പോയി, ചേട്ടടുത്ത് വാങ്ങിക്കാൻ പോയി. അമ്മ പാല് വാങ്ങിക്കാൻ പോയി. അമ്മ പാല് വാങ്ങിക്കാൻ പോയി. ഇത്ര നാളെ അച്ഛൻ പാല് വാങ്ങിക്കാൻ ചോദിച്ചിട്ടുള്ളൂ. അച്ഛൻ പാല് വാങ്ങിക്കാൻ ചോദിച്ചാടാ നീ. എന്താ അതിശയം? അത് നിന്റെ അടുത്ത് പറഞ്ഞല്ലേ പോയി മേടിക്കാൻ പാടില്ല. കിഴകന്മാരുണ്ട്. ഉറക്കായി